അതിലേ പോയിട്ട് ഇതിലേ വന്നിരിക്കുക. തവള ഭാസ്കരേ, ഭാസ്കര എന്താടോ ഇത്? നിന്നോട് പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതല്ലേ സച്ചി? അവൻ ആരാ എന്നോട് കൽപ്പിക്കാൻ? അവന്റെ അച്ഛൻ കൽപ്പിച്ചിട്ടില്ല എന്നോട്. എന്നിട്ട് എന്നെ അവൻ ഭരിക്കാൻ പറ്റേ? ആസ്പത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ കാച്ചിനവൻ വേണം. കള്ളു കുടിക്കാനും വട്ടച്ചെലവിനും എന്തെങ്കിലും താടാന്ന് പറഞ്ഞ് ഇടക്കിടക്ക് തല ചൊറഞ്ഞ് നിൽക്കണ കാണാലാ. അതെന്റെ അവകാശമാണ്. ഒന്നില്ലെങ്കിൽ അവന്റെ അച്ഛന്റെ തോളത്ത് കൈയിട്ട് ഒരുപാട് നാൾ നടന്നവനാ ഈ തബല ഭാസ്കരൻ അല്ലല്ലോ ഈ. എന്നിട്ട് ആ സ്ഥാനം എനിക്കോ തരണ്ടേ? തിന്നരുത്, കുടിക്കരുത്, തൂറരുത്. ഒരു ദിവസം ഞാനവനെ മര്യാദ പഠിപ്പിക്കും. കൊരണക്കുറ്റി നോക്കി ഒരു പളങ്കിയ പമ്പരം കറങ്ങണത് പോലെ കറങ്ങൂല. കറങ്ങും ഇല്ലെന്നേ കറങ്ങും. മോനെ സച്ചൂട്ടാ, നീ എപ്പ വന്നടാ? നിന്നെ കണ്ടപ്പോഴല്ലേ ഞാൻ നോക്കിയത്. ലാലപ്പനെ ഏൽപ്പിച്ച 40 രൂപയുടെ. ഏത് ലാലപ്പൻ? എന്ത് 40 രൂപ? ആ 40 രൂപ എടുക്കണോ? ഏടോ ബോർഡെന്നൊക്കെ വിളിച്ചാണ്ടല്ല, നിന്റെ അച്ഛന്റെ ഫ്രണ്ടാണ് ഞാൻ. ശാപിക്കും ഞാൻ. ഇങ്ങോട്ട് മാറിക്കണോ? ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ഇതാ എന്റെ സ്ഥാനം. ഇവിടെ നല്ല സുഖ. ഊതടോ തബല ഭാസ്കര. ഞാൻ ഇന്നവരെ ആരും ഊതിട്ടില്ല മോനെ. ഊതാൻ ആ കാശുകൊണ്ട് കള്ളു കുടിച്ചല്ലേ? നീ എനിക്ക് വേണ്ടി ആശുപത്രി കൊണ്ടുപോയി എത്ര രൂപ ചെലവാക്കിയടാ? വേറെ ആരും ചെയ്യോടാ? നിന്റെ കാലശേഷം ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ലെന്ന് ആലോചിച്ച് മനസ്സ് വിഷമിച്ചപ്പ ആ ലാലപ്പന്റെ കയ്യിൽ നിന്ന് ബാക്കി വന്ന് 40 രൂപ വെച്ച് ഞാൻ കള്ളുടിച്ച്. നീ ഞങ്ങൾക്ക് മോനല്ലടാ, മോനല്ല. ഞങ്ങൾക്ക് ജനിക്കാതെ പോയ അച്ഛനാടാ അച്ഛൻ. ഈ സങ്കടം നമുക്കൊന്ന് ആഘോഷിക്കണം. ലൂയി ക്ലാർനെടുക്കണോ? ചേച്ചി തവല എടുക്ക്. എനിക്കൊന്ന് പെരുപ്പിക്കണം. അച്ഛന്റെ കാലം മുതൽ എല്ലാരും കൂടി പെരുപ്പിച്ച് ഒരെണ്ണം പോലും ഗതി പിടിച്ചില്ലല്ലോ. ഇനി കള്ളുടിച്ച് അവിടെ എവിടെയെങ്കിലും കിടക്ക്. ആശുപത്രി കൊട്ടാൻ എന്റെ പട്ടി വരും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വെൽക്കം. ഓ, ഗഗറിജൂതൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇയാൾക്കിട്ട് എന്ത് പണിയാ കൊടുക്കുക? Lazy beggar. റീമ, ഉറക്കെ പിടിക്ക്, അല്ല ഞാൻ താഴെ കിടക്കും. ഗ്രാൻഡ്മയ്ക്കൊന്ന് പിടിച്ചോടുത്തൂടെ? എപ്പോഴും വെറുതെ ഇങ്ങനെ ഇരുന്നാ പിത്തം പിടിക്കും. ഗ്രാൻഡ്മ എന്താ സ്വപ്നം കാണാ? തെരേസ ഉടനെ പോകും. ചെറുക്കൻ വിസ അയച്ചിട്ടുണ്ടെന്ന് ഫോൺ വന്നു എന്നല്ലേ ഇന്നലെ കണ്ടപ്പോ പറഞ്ഞത്? അത് ഇന്നലെ പറഞ്ഞല്ലേ? ഇപ്പോഴും അതന്നെ ആലോചിച്ചോണ്ടിരിക്ക. മമ്മ, ആ ബൾബിങ് കെട്ടെടുക്ക്. പോണവരൊക്കെ പോട്ടെ മമ്മ. നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും പോവും. ഇല്ലെങ്കി ഇവിടെ കിടന്ന് മരിക്കാം. സ്വർഗം കിട്ടാതെ മരിക്കും. നമ്മുടെ വണ്ണാതാ. അവിടെ കിടന്ന് മരിച്ചാലേ സ്വർഗം കിട്ടൂ. No, I am 76 and your dad is 79. Our days are counted, you know. ഗ്രാൻഡ്പ പോയ പോലെ തിരിച്ചു വരുന്നുണ്ടല്ലോ. എന്ത് പറ്റി പപ്പ? ക്ലബിൽ പോയില്ലേ? നോ, ഇന്ന് കളിച്ചാൽ ശരിയാവില്ല. What happened, ഗ്രാൻഡ്പ? ഇന്നലെ കളിച്ചു കളഞ്ഞത് ഇന്ന് തിരിച്ചു പിടിക്കുന്നില്ലേ? വീമ്പ് പറഞ്ഞു പോയതല്ലേ? നിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങി 200 രൂപ ഞാൻ നാളെ കളിച്ച് തിരിച്ചു തരും. ഇന്നത്തെ ശകുനം ശരിയല്ല. That beggar, he spoiled my evening. Oh, yes. Jenny, you get me some cold water. ആരെ കണ്ട കാര്യമായി കണ്ട ചെക്കൻ തന്നെ. അവന്റെ മുഖം കാണുമ്പോ ആ ബാസ്റ്റഡില്ലേ അവന്റെ തന്ത, ആ കഴിവേറിയുടെ കാര്യം ഓർമ്മ വരുന്നേ. That haunting memories. ഇനി അതൊക്കെ മറന്നൂടെ? എത്ര കാലായി മറക്കാനോ? I will never forget the devil's face. എല്ലാം എല്ലാവർക്കും അറിയുന്നല്ലേ. Then how dare you ask me to forget all? ഇത് സാറായുടെ റൂമിൽ കൊണ്ട് കത്തിച്ചു വെക്ക്. എന്തെടുക്കാ സാറാ? നോക്കിയില്ല. അവൻ ഒരുത്തരാ എന്റെ ഡ്രീംസ് എല്ലാം നശിപ്പിച്ചത്. അല്ലെങ്കിൽ ഈ നശിച്ച നാട്ടിൽ കിടന്ന് ഇങ്ങനെ നിറയിക്കേണ്ട ആവശ്യമുണ്ടോ? എത്ര കൊല്ലം കഴിഞ്ഞാലും ഞാൻ ഒന്നും മറക്കില്ല. കുപ്പി വാങ്ങിയാലേ ഇപ്പൊ എറിഞ്ഞുടയ്ക്കും.
സാറാൻഡി. എന്താ അവിടെ പപ്പയുടെ വകയായിട്ട്? എന്നത്തെയും പോലെ തന്നെ. ഇന്ന് കളിക്കാൻ പോകുമ്പോ എതിരെ സച്ചി വന്നു അത്രേ. നമ്മുടെ രവീന്ദ്രനാഥ് സാറിന്റെ മോൻ സച്ചി. സച്ചിയെ കണ്ട കലി ഓൾഡ് മാൻ. എന്താ സാറാൻഡി ആലോചിക്കുന്നേ? രാവിലെ തുടങ്ങിയല്ലേ സാറാൻഡി ഈ പൂ തന്നെ തുന്നാൻ? എവിടെ തുന്നി? സൂചിയും പിടിച്ച് ഇരിപ്പ് തന്നെ അല്ലേ? മതി, എണീക്ക. ഇനി നമുക്ക് നാളെ തുന്നാം. മോള് ചെല്ല്. സാറാൻഡി കുറച്ചു നേരം കൂടി ഇരിക്കട്ടെ. ഇപ്പൊ സന്ധ്യയാവും. ഈ മരച്ചില്ലകൾക്കിടയിലൂടെ ആകാശത്തിപ്പോ ഒരുപാട് പക്ഷികൾ വരും. പിന്നെ അതൊക്കെ പറന്ന് ഒരു പൊട്ട് പോലെ എങ്ങോട്ടോ പോയി മറിയും. പിന്നെ ഇരുണ്ട ആകാശത്ത് അവിടെ ഇവിടെ നക്ഷത്രങ്ങൾ തെളിയും. അതൊക്കെ മരച്ചിലകളിൽ വന്നിരുന്ന് ഉറങ്ങാതെ കണ്ണിമ വെട്ടാതെ എന്റെ സാറാൻഡിയെ തന്നെ നോക്കും. അതല്ലേ ഉണ്ടാവാ? ഓരോ മാത്മര ലോകമുണ്ടതിൽ എനിക്കെന്നന്തരാത്മാവിലെ തേരോടിക്കണം എന്റെ കാവ്യകലയെ കൊണ്ടാകുവോളം വരെ ഓരോ മാസ്മര ലോക. ഏത് സിനിമയിലെ പാട്ടാടി ഇത്? സിനിമയിലെ പാട്ടോ? 10ാം ക്ലാസ്സിലെ മലയാളം ഫസ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ള കവിതയാ വയലാറിന്റെ സർഗസംഗീതം. അങ്ങനെ ഒരു കവിതയുണ്ടോ മലയാള പുസ്തകത്തില്? അതറിയണെങ്കിലേ വല്ലപ്പോഴും പുസ്തകം ഒന്ന് മറിച്ചു നോക്കണം. ഇത്തവണ എന്തായാലും എന്റെ കൂടെ പരീക്ഷ എഴുതുന്നു പറഞ്ഞിട്ട് പഠിക്കാൻ വിളിക്കുമ്പോ ആളെ കാണില്ല. പരീക്ഷ വരട്ടെ മോളെ, ഏട്ടൻ കാണിച്ചു തരാം. ഏതു നേരവും പുസ്തകം നിന്നുകൊണ്ട് നടക്കണം. നിന്നെക്കാളും മാർക്ക് വാങ്ങും ഏട്ടൻ. ഇത് എന്റെ കൂടെ ഫീസ് അടച്ചപ്പോഴും കേട്ടതാ. എന്നിട്ട് പരീക്ഷയുടെ തലേന്ന് ആള് മുങ്ങി. ഓ, സകലകലാവല്ലഭനകത്തുണ്ടായിരുന്നോ? ഇന്ന് ഗാനമേള മ്യൂസിക് നെറ്റ് ഒന്നുമില്ലേ? സാധകമൊക്കെ കഴിഞ്ഞോ? ബാക്കിയുള്ളവനും വല്ലതും ഉണ്ടാ? എന്താ അവ പറഞ്ഞത് ശരിയല്ലേ? നീ എത്ര തവണ പരീക്ഷയ്ക്ക് ഫീസ് അടച്ചതാ? ഓരോ തവണയും പരീക്ഷയുടെ സമയമാകുമ്പോ ഓരോ കുലുമാല ഉണ്ടാവും. വെറുതെ ഫീസിന്റെ കാശ് കളയാന്നല്ലാണ്ട്. ഓ, കാശിനോടൊക്കെ എന്താ സ്നേഹം അമ്മയ്ക്ക്. അതമ്മേ, ഈ പഠിക്കാനും പാടാനൊക്കെയുള്ള ഒരു കഴിവ് ജനറ്റിക്കലായിട്ട് കിട്ടേണ്ടതാണ്. അത് തല്ലി പഠിപ്പിച്ചാലൊന്നും കിട്ടില്ലേ. പിന്നെ എങ്ങനെ പഴിപ്പിക്കണം? പറയട പൂത്തങ്കിരി. മോനെ സച്ചി. ആ, എന്താ യൂസൊക്കെ രാത്രിയില്? അത് മോനെ സച്ചി കേറിയിരിക്കെ. ഇവര് തൃപ്പൂണിത്തുറ മ്യൂസിക് ക്ലബിന്റെ ആൾക്കാരാ. ക്ലബിന്റെ ജൂബിലിയും അച്ഛന്റെ വാർഷികവും ഒരു ദിവസമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടന്ന് ബന്ധാണോ? അതല്ല മോനെ, അന്ന് മറ്റു പരിപാടികളോടൊപ്പം അച്ഛന്റെ പാട്ടുകൾ ഉൾപ്പെടുത്തി ഒരു ഗാനമേള നടത്തുന്നുണ്ട് ഇവര്. യേശുദാസാണ് ഉദ്ഘാടകൻ. രവീന്ദ്രനാഥ് മാഷിന്റെ പരിപാടിയാവുമ്പോ ദാസേട്ടൻ വരാതിരിക്കില്ലല്ലോ. രവീന്ദ്രനാഥ് മാഷിന്റെ മകൻ നന്നായി പാടുമെന്ന് സൈകാൾ പറഞ്ഞു. അതെന്നെ ഉദ്ദേശിച്ചിട്ട് നിങ്ങൾക്ക് ആള് മാറിപ്പോയി അല്ലേ സൈകാൾക്ക? അല്ല, ആള് മാറിയിട്ടൊന്നുമില്ല. അവരുദ്ദേശിച്ച സച്ചിമോനെ തന്നെയാ. ഞാൻ പാടുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടോ? താൻ കേട്ടോ? ഇല്ല. നിങ്ങൾ കേട്ടോ? ഇല്ല. അപ്പൊ ഇയാളുടെ വാക്കും കേട്ട് ഇങ്ങോട്ട് കെട്ടിയെടുത്തു അല്ലേ? കഷ്ടം. അതെ, ഞാൻ പാടില്ല എന്ന് മാത്രമല്ല, പാടണേം പാട്ടുണ്ടാക്കണ ഒരുത്തനും എനിക്ക് തീരെ താല്പര്യമില്ല. പണ്ടൊരാൾ തോന്നിയ പോലെ പാട്ടുണ്ടാക്കി നടന്നോണ്ടാ ഇന്ന് ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നത്. ഇനി ഞാനും ഒരു കലാകാരന്റെ വേഷം കെട്ടി കള്ളും കുടിച്ച് തോന്നിയ ദിവസം കാട്ടി നടക്കുന്നത് കാണണോ അല്ലേ? എന്നെ വിട്ടേക്ക് മാഷെ. ബാത്റൂമിൽ പോലും ഒരു മൂളിപ്പാട്ട് പാടില്ല എന്ന് ശബ്ദം ചെയ്ത് നടക്കണം എന്റെ ശബ്ദം തെറ്റിക്കാൻ. നിങ്ങളല്ല നിങ്ങളുടെ അപ്പൂപ്പന്മാര് വരച്ചാൽ നടക്കില്ല. വേഗം എഴുന്നേറ്റ് പെട്ടെന്ന് സ്ഥലം കാലിക്ക്. ഞങ്ങളെ ഈ പ്രസംഗവും കേൾപ്പിച്ച് ഇൻസൾട്ട് ചെയ്യാനാണോ താൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന്? അഡ്വാൻസ് വാങ്ങിച്ച കാശും തന്നേക്ക്, ഞങ്ങൾ പോയിക്കോളാം. അഡ്വാൻസോ? എന്ത് അഡ്വാൻസ്? അത് മോനെ കൊണ്ട് എങ്ങനെയെങ്കിലും പാടിക്കാമെന്നാ ഞാൻ കരുതിയത്. അതുകൊണ്ട് എവരുടെ കുറച്ച് കാശ് ഞാൻ വാങ്ങിച്ചു. ഓഹ്, മുട്ടിപ്പിക്കുക എല്ലാരും കൂടി എന്നെ. വലിയ പ്രാരാബ്ദം ഇല്ലാതെ ഒരു കുടുംബം നോക്കാനുള്ള കാശൊക്കെ ഞാൻ ഉണ്ടാക്കും. പക്ഷെ ഇതത് പോരല്ലോ. കലാകാരൻ ബാക്കി വെച്ചിട്ട് പോയ കടബാധ്യതകളും മാനക്കേടും ഇതൊക്കെ ഞാൻ തന്നെ ചുമക്കണമല്ലോ. കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലേ അതുപോലെ അവിടെ തിരിച്ചു കൊടുത്തേക്ക്. അതെന്റെ ഏത് ചെലവായി മോനെ? ചെലവായെങ്കിൽ കട്ടട്ടോ പിടിച്ചു കൊടുത്തിട്ട് തിരിച്ചു കൊടുത്തേക്ക്. എന്നെ കാക്കണ്ട. അച്ചോട്ടാ, അച്ചോട്ടൻ ഇപ്പൊ പോയിക്കോ. കാശ് ഞാനെങ്കിൽ എത്തിക്കാം. ശരി. ഓ, ഐസാബിക്ക് ഹോസ്റ്റൽ ഫീസ് അയച്ചു കൊടുത്തിട്ട് 2 മാസമായി. ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കുമെന്നായപ്പോ നിവർത്തിയില്ലാണ്ട് ഞാൻ. ഒന്നും ഓർമ്മിപ്പിക്കായിരുന്നില്ലേ യൂസുക്ക? നമുക്ക് എവിടെന്നെങ്കിലും മേടിച്ച് അയച്ചു കൊടുക്കായിരുന്നല്ലോ.
ഞാൻ നിർബന്ധിച്ചിട്ടല്ലേ മോളെ നേഴ്സിംഗിന് എടുത്തത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? മോൻ ബേജാറടിക്കണ്ട. 1000 ഉറുപ്പ്യന്റെ കാര്യമല്ലേ ഉള്ളൂ. ഞാൻ ഉണ്ടായിക്കോളാം എങ്ങനെങ്കിലും. മോനെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്ന് ഒരു ധൈര്യത്തിൽ ഞാൻ ഏറ്റുപോയെന്നേ ഉള്ളൂ. സാരല്ല, പോട്ടെ. സൈകാളിക്കടയിൽ ഇപ്പൊ അവിടുന്ന് കാശുണ്ടാവല്ലേ? ഏട്ടന് കമ്മലെന്ന് പറട്ടെ. ഇപ്പൊ തൽക്കാലം ഏട്ടന്റെ കയ്യിൽ വേറെ വഴിയില്ല. സാരില്ല ഏട്ടാ, അല്ലെങ്കിലും സ്വർണ്ണ കമ്മലിട്ട അപ്പ എന്റെ കാത് പഴുക്കും. വേണ്ട മോനെ, നമുക്ക് വേറെ വഴി നോക്കാം. സാരമില്ല യൂസുക്ക, എനിക്ക് ഇവളും ഐഷാബിയും ഒരേപോലെയല്ലേ? ഇരിക്കുന്നുണ്ടില്ലേ മണവാട്ടിയെ പോലെ മൂക്കറ്റം കുടിച്ചിട്ട്. ഇങ്ങർക്ക് എന്തിന്റെ കേടാ? രക്തം കൊടുത്തിട്ട് കിട്ടിയ കാശോട്ടാ കള്ളു കുടിച്ചിട്ട് വന്നിരിക്കണ. ഇതിനു മുമ്പ് കുടുംബാസൂത്രനായിരുന്നു. അന്ന് അതിന് കിട്ടിയ ബക്കറ്റ് വരെ വിറ്റിട്ട് കള്ളു കുടിച്ച ആളാ. ഇനി കിഡ്നി ആവും വെക്കുക. യോ മോനെ, അങ്ങനെ ആണെങ്കിൽ ഇനി അവന്റെ കിഡ്നി നമ്മൾ ആരെങ്കിലും വാങ്ങിച്ച് സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ആ കിഡ്നി ചട്നിയായി കാണും. യോ, നിങ്ങൾക്ക് എന്തിന്റെ കേടാ ഭാസ്കരേട്ടാ? ഇന്ന് നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഇന്നത്തെ ദിവസം ഞാൻ കുടിക്കും. ആരെങ്കിലും വാങ്ങിച്ചു തന്നാ ഇനിയും കുടിക്കും. എന്നാ നീ എന്റെ കൂടെ വാ, ഞാൻ വാങ്ങിച്ചു തരാം. അവിടെ ഇരിക്കാൻ. ഇല്ലേ, മോന്റെ അച്ഛന്റെ അന്നെടുത്ത ആ പ്രോഗ്രാം ഉണ്ടല്ലോ, അത് ടി വി കണ്ടപ്പോ ഒന്നും മിണ്ടാതെ എണീറ്റ് പോയി. അപ്പോഴേ തോന്നി ഇന്ന് ഫുൾ ടാങ്കിലായിരിക്കും തിരിച്ചു വരവന്നു. രവിയേട്ടൻ പോയിട്ട് 10 കൊല്ലം തികയണ ദിവസം ഇന്ന്. ആ ഓർമ്മകള് തകട്ടി വന്നപ്പോ വിങ്ങല് സഹിക്കാൻ പറ്റില്ലടാ മോനെ. ഓ, ബാക്കി ഒറ്റ ദിവസം തൊടാറില്ലല്ലോ. ആ അച്ഛന്റെ ഈ മോനില്ലാത്ത ദുഃഖം നിങ്ങൾക്ക് എന്തിനാ? നിനക്ക് അച്ഛനോട് സ്നേഹമില്ല, അതുകൊണ്ടല്ലേ നീ കുടിക്കാത്തത്. പക്ഷെ അച്ഛന് നിന്നോട് സ്നേഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ കുടിച്ചിരുന്നത്. മോനെ, കുടിയന്മാരുടെ ചങ്ക് കിള്ളി പൊളിച്ച് നോക്കിയാ അത് മുഴുവൻ സ്നേഹമായിരിക്കടാ, സ്നേഹം. ഇങ്ങേരോട് സംസാരിക്കുന്ന നേരം കൊണ്ട് കടപ്പുറത്ത് പോയിരുന്ന് തരയണം.